ഞങ്ങളുടെ ഈ കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. എൻ്റെ പേര് ലജിത. ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ? ഹലോ. അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ ഇത് കണ്ടോ കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മുരിങ്ങയില കിട്ടിയപ്പോഴത്തേക്കിനും ഞാൻ ആദ്യം വിചാരിച്ചത് മുരിങ്ങയില തോരൻ വെക്കാനാണ്. അപ്പോൾ ഓർത്തു ഇത് വെച്ചിട്ട് നേരത്തെയൊക്കെ ചമ്മന്തി അരയ്ക്കുമായിരുന്നു, മുരിങ്ങയില ചമ്മന്തി. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കുറച്ച് മുരിങ്ങയില ചമ്മന്തി എനിക്ക് അരച്ച് വെക്കാമല്ലോ എന്നൊക്കെ. അതിന് ഇത് കണ്ടോ, നല്ല നാടൻ മുരിങ്ങയിലയാണ് ഞാനിപ്പോൾ പറിച്ചുകൊണ്ട് വന്നിട്ടേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഈ വലിയ തണ്ടൊക്കെ അങ്ങ് കളഞ്ഞിട്ട് ചെറുതായിട്ട് നമുക്ക് സാധാ തോരൻ എടുക്കണ പോലെ ഇല മാത്രമായിട്ട് അങ്ങ് എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത്തിരി സമയം എടുക്കുന്ന പണി തന്നെയാണ് കേട്ടോ. പക്ഷേ എന്നാൽ ഇത് ഇങ്ങനെ ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതൊന്ന് ഒരുക്കണ താമസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ പടപെടാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരുക്കണ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. വല്ല പ്രാണിയോ അല്ലെങ്കിൽ വല്ല പുഴുക്കളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതേ ഇത്രയോ വില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ വേണ്ട കേട്ടോ. അതേ ഇത്രയും മതി, ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് ചെറിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം കേട്ടോ. ചെറിയ ഇതുപോലെ കമ്പൊക്കെ നാരിക്കെടുത്ത് എടുത്ത് മാറ്റണം. ഇപ്പം ഇവർ കൊച്ചുങ്ങളോട് ഇട്ടുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആയിപ്പോയത്. എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരുക്കട്ടെ. ഇത് നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുക്കുന്നത് ചട്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രം വേണ്ടി എടുക്കാം. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുറന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ 1 കപ്പ് ഉഴുന്ന പരിപ്പ്, 1 കപ്പ് അളവിൽ സാമ്പാർ പരിപ്പ്, പാകത്തിന് വറ്റൽമുളക് കേട്ടോ. എരിവിന് മാത്രം നിങ്ങളുടെ അനുസരിച്ച് എടുക്കുക. കുരുമുളക് എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് എള്ളു എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നല്ലോണം തന്നെ ഒന്ന് തീ കൊടുത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്ന് താമസമുള്ളൂ കേട്ടോ. മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി എളുപ്പമാണ് കേട്ടോ. പിന്നെ ഒരു ഗുണമുള്ളത് ഇങ്ങനെ ചട്ടിയിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോവില്ല കേട്ടോ. നമുക്ക് പാകത്തിന് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് മൂപ്പൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മുരിങ്ങയില, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില അങ്ങിട്ട് കൊടുക്കാം. അതുപോലെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോകാം. കറിവേപ്പിലൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാം കേട്ടോ. എന്തേരം വേണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. പക്ഷേ കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് എടുത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ മുരിങ്ങയിലയും കൂടെ അങ്ങിട്ട് കൊടുക്കാം. അപ്പോൾ ഇടുമ്പോഴത്തേക്കിന് ഇതുപോലെ പാത്രം നിറഞ്ഞ് തൂവിയ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അവിഞ്ഞു പൊക്കോളൂ കേട്ടോ. ഇതാ കണ്ടില്ലേ. ഇത് ഇനി നല്ലവണ്ണം തന്നെ നമുക്കിങ്ങനെ വറുത്ത് എടുത്ത് ഒരു പാകം വരണം. അതായത് നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കിനും പൊടിയുന്ന ഒരു പരുവത്തിലാണ്. അപ്പോഴേ നമുക്കത് വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇതാണ് കേട്ടോ ഇതിൻ്റെ പരുവം. അപ്പോൾ ഇതിപ്പോൾ പാകമായിട്ടുണ്ട് കേട്ടോ. അത് ഇത് കണ്ടില്ലേ, നമ്മുടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വാങ്ങി വെക്കാം കേട്ടോ. ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് കായമാണ് കേട്ടോ. കായപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് കായപ്പൊടി മാത്രം മതി. ഇതുപോലെ പാകത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിൽ വാളംപൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചമ്മന്തി കൂടെ പൊടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇത് ഒത്തിരി തരിയരിപ്പില്ലാതാണ് പൊടിച്ചിരിക്കുന്നത്. ഇതുപോലെ നല്ല പൊടിയായിട്ടോ പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരിയുടെ തരിയരിപ്പ് ഉള്ളിട്ടൊക്കെ പൊടിക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ പൊടിച്ചാൽ മതി. ഇനി ഇത് നമുക്ക് ഒരു നല്ല ടൈറ്റുള്ള പാത്രത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഇടുന്നത് ചില്ലിൻ്റെ ഡപ്പയിലാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേയേറെ ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒട്ടും ഇല്ലാത്ത ഒരു പാത്രം വേണം കേട്ടോ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്, ഇത് പാകത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പോകും കേട്ടോ. പെട്ടെന്ന് കനച്ചൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നല്ലവണ്ണം തന്നെ തോർന്ന് വെയിലൊക്കെ കൊണ്ട് ഉണങ്ങിയ ഡപ്പയിൽ വേണം, അല്ലെങ്കിൽ ഒരു ബോട്ടിലിൽ വേണം ഇട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ അതേ നമ്മൾ ഡപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടിയിട്ട് ഇച്ചിരി ചോറുണ്ടാട്ടോ. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഈ കുറച്ച് ചമ്മന്തിപ്പൊടി, കുറച്ച് ചോറ് എടുത്തുള്ളൂ കേട്ടോ. കുറച്ച് ചമ്മന്തിപ്പൊടി ഇട്ടിട്ട് കൂടത്തിൽ ഏറ്റവും നല്ല കോമ്പിനേഷൻ നെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി എടുത്ത് ഇച്ചിരി ഉണ്ട് നോക്കട്ടെ കേട്ടോ. അടിപൊളി. വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ തൊടിയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനത്തിനല്ല. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. എന്താണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.